ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബൈബിൾ ബൈറ്റ് എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 73 മുതൽ 75 വരെ. ഇന്നത്തെ കുറിവാക്യം 73 സങ്കീർത്തനം 1 വാക്യം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ആസാഫിൻ്റേത് എന്ന തലക്കെട്ടുകളോടുകൂടെയുള്ള സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതാണ് ഈ സങ്കീർത്തനം. സംഗീതജ്ഞനും ദർശകനുമായിരുന്നു ആസാഫ്. മാത്രമല്ല, ആസാഫ് ബെരഖ്യാവിൻ്റെ മകനും ദാവീദിൻ്റെ കാലത്ത് ദൈവാലയത്തിലെ ഗായക സംഘ നേതാവും താമ്രം കൊണ്ടുള്ള കൈത്താളം ധ്വനിപ്പിച്ചവനുമായിരുന്നു. ശലോമോൻ രാജാവ് ദൈവാലയം പണികഴിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ സംഗീതക്കാരുടെ കൂട്ടത്തിൽ ആസാഫും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ സങ്കീർത്തനം പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ശക്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ഈ സങ്കീർത്തനത്തിലൂടെ ആസാഫിൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവം നിശ്ചയമായും നല്ലവനാകുന്നു. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്ന് കാണുന്നു. ദൈവം നല്ലവനാണ്, അത് നിശ്ചയമായ കാര്യവുമാണ്. ഇസ്രായേല്യർക്ക് ഒരു നിർവചനം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവർ നിർമ്മല ഹൃദയമുള്ളവരാകുന്നു എന്ന്. ഏകാഗ്രമായ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചവരാണ് ഇസ്രായേൽ ജനത. നമ്മുടെ ഹൃദയത്തിൻ്റെ നൈർമല്യതയാണ് ദൈവം അന്വേഷിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന്. ദൈവത്തെ കാണുവാൻ കഴിയുന്നത് ഹൃദയശുദ്ധിയുള്ളവർക്കാണ്. അതിനാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെ അഭികാമ്യം. ഈ ദൈവം നല്ലവനാകുന്നു എന്ന് നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഈ ദൈവം എനിക്ക് നല്ലവനാണ്. നിങ്ങൾ എപ്രകാരം ഈ ദൈവം സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കുക. രണ്ടാമതായിട്ട്, ദൈവം മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്നവനാണ്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും മറ്റുള്ളവരുടെ ജീവിതത്തിലെ മേന്മകളും കണ്ട് അന്ധാളിച്ചു പോയ സങ്കീർത്തനക്കാരന് ഇപ്പോൾ വലിയ സമാധാനം കൈവരിക്കുവാനായിട്ട് സാധിച്ചു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ഉറപ്പ് സങ്കീർത്തനക്കാരന് ലഭിക്കുന്നു. മാറ്റപ്പെടാത്ത ദൈവിക സാന്നിധ്യം, കുറഞ്ഞു പോകാത്ത ദൈവിക സംരക്ഷണം, മാറ്റം വരാത്ത ദൈവിക ആലോചനകൾ, എപ്പോഴും ലഭിക്കുന്ന ദൈവിക മഹത്വം, ഇവ അനുഭവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹൃദയ നൈർമല്യത്തോടെ ജീവിച്ചാൽ പ്രതിസന്ധികളിൽ പതറാതെ വിശുദ്ധിയോടെ നിലകൊള്ളുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ഇത്തരത്തിൽ നല്ലവനായ ദൈവത്തെ പിന്തുടരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നല്ലവനായ ദൈവമേ, നന്മകൾ മുടക്കാത്തവനായ ദൈവമേ, അവിടുത്തെ മഹത്വത്തിലേക്ക് ഞങ്ങളെയും പ്രവേശിപ്പിക്കണമെന്ന് പുത്രൻ തമ്പുരാൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.